നാടിനാകെ നല്ല നാടൻ പച്ചക്കറികൾ നൽകുന്നതിൽ മുൻപന്തിയിലാണ് പാലക്കാട് ജില്ല. ജില്ലയുടെ കിഴക്കൻ അതിർത്തി ഗ്രാമങ്ങൾ മുതൽ തുടങ്ങുകയാണ് പാലക്കാടൻ കൃഷിയുടെ പെരുമ. പാവലും പടവലവും പയറും വെണ്ടയും ഒക്കെ വിളയിക്കുന്ന തിരക്കിലാണ് പാലക്കാട്ടെ കർഷകർ. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് പുറമെ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. ഒപ്പം ആധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നവരും ഏറെയാണ്. വിഷുക്കാല വിളവെടുപ്പ് കഴിഞ്ഞതോടെ ഓണക്കാല വിപണിയാണ് പ്രധാന ലക്ഷ്യം. VFPCKയുടെ പച്ചക്കറി സ്വാശ്രയ കൂട്ടായ്മയിലെ കർഷകരാണ് കൂടുതലായും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കീടബാധയും സ്ഥിരവില ലഭിക്കാത്തതിന്റെ ദുരിതവുമെല്ലാം അതിജീവിച്ചാണ് ഈ വർഷവും പ്രതീക്ഷയോടെ വിത്തുപാകിയിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിച്ചാൽ കൃഷി കൂടുതൽ സജീവമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. അടുത്ത മാസം പകുതിയാകുമ്പോഴേക്കും വിളവെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ വരുന്നുണ്ട്. ചൂട് കാരണത്തിന് വളർച്ച കുറവാണ്. ഇപ്പോൾ കായ ആവുന്നു, ചെറിയ തിരിയിടാൻ തുടങ്ങുന്നേ ഉള്ളൂ. വേണ്ട ആനുകൂല്യമൊന്നും ഗവൺമെൻറ് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചുള്ള വല്ല ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നു. വില താന്നു പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിൽ ഇടപെടുന്നില്ല. പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മെയ് പകുതിയോടെ വിളവെടുപ്പിന് പാകമാകും. ഓണവിപണി ലക്ഷ്യം കണ്ടിറങ്ങിയ കർഷകർക്ക് ന്യായമായ വില കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാകൂ. പച്ചക്കറി കൃഷിയുടെ പ്രധാന വിളനിലമായ എലവഞ്ചേരി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകൾ മറ്റു ജില്ലകൾക്കും മാതൃകയാണ്. സർക്കാരിന്റെ പിന്തുണയോടെ വിളവ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.